അമേരിക്ക ഇറാനെതിരെ സൈനിക നീക്കം നടത്തിയാൽ പശ്ചിമേഷ്യയിലുടനീളം വ്യാപിക്കുന്ന യുദ്ധത്തിന് അത് കാരണമാകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മുന്നറിയിപ്പ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ആക്രമണ ഭീഷണി മുഴക്കുകയും വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെയുള്ള വൻ സന്നാഹത്തെ മേഖലയിൽ വിന്യസിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഖമേനിയുടെ ഈ പ്രതികരണം. ഞായറാഴ്ച ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനിലൂടെയാണ് ഖമേനി ഇക്കാര്യം വ്യക്തമാക്കിയത്. യുദ്ധത്തിന് തുടക്കമിടുന്നത് അമേരിക്കയാണെങ്കിൽ ഇത്തവണ അതൊരു യുദ്ധമായി മാറുമെന്ന് അവർ അറിഞ്ഞിരിക്കണമെന്ന് ഖമേനി പറഞ്ഞു. തങ്ങൾ ആരെയും ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ ഇറാൻ ജനത ശക്തമായി തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങളെ ഇറാൻ അടിച്ചമർത്തിയതിനെ തുടർന്നാണ് USS എബ്രഹാം ലിങ്കൻ എന്ന വിമാനവാഹിനി കപ്പലും മറ്റ് യുദ്ധക്കപ്പലുകളും അറബിക്കടലിൽ വിന്യസിക്കാൻ ട്രംപ് ഉത്തരവിട്ടത്. എന്നാൽ അമേരിക്കയുടെ ഈ ഭീഷണി കണ്ട് ഇറാൻ ജനത ഭയപ്പെടില്ല എന്ന് ഖമേനി വ്യക്തമാക്കി. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച യൂറോപ്യൻ യൂണിയന്റെ നടപടിക്ക് തിരിച്ചടിയായി എല്ലാ യൂറോപ്യൻ സൈന്യങ്ങളെയും ഭീകര സംഘടനകളായി കാണുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗാർ ഖലീഫ് പ്രഖ്യാപിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി സൈനിക അഭ്യാസങ്ങൾ നടത്താൻ ഇറാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. ഇതിനിടെ അമേരിക്കൻ കപ്പലുകൾക്കോ വിമാനങ്ങൾക്കോ ഭീഷണിയുണ്ടായാൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് US സെൻട്രൽ കമാൻഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യത്ത് നടന്ന പ്രതിഷേധങ്ങൾ അട്ടിമറി ശ്രമത്തിന്റെ ഭാഗമായിരുന്നുവെന്നും ആയത്തുള്ള ഖമേനി ആരോപിച്ചു.